ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7ൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പതിവ് പോലെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിവിടെ നിന്നൊരു യാത്ര പോവാണ്. തൃശ്ശൂർക്കാണ് യാത്ര. ബാക്കി ഡീറ്റെയിൽസ് സ്റ്റേഷനിലെത്തിയിട്ട് പറയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലോട് നടന്നു വരുന്നുള്ളൂ. വീട്ടിൽ നിന്ന് നടന്നാണ് വന്നത്. വീട്ടിൽ നിന്ന് ഒരു 10-12 മിനിറ്റ് നടക്കാനുള്ള ദൂരം. അപ്പോൾ രാവിലെ തന്നെ ഒരു മോർണിംഗ് വാക്ക് എന്ന് നിർത്തി ജസ്റ്റ് അങ്ങാടിപ്പുറം സ്റ്റേഷനിലേക്ക് എത്തുന്നുള്ളൂ. ഇവിടെ നിന്ന് തൃശ്ശൂർക്കാണ് ഞാൻ പോകുന്നത്. ഇവിടുന്ന് 7:45 പുറപ്പെടുന്ന നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറിന് ഷൊർണൂർ പോയിട്ട് ഷൊർണൂർ നമ്മുടെ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിന് കയറി തൃശ്ശൂർ ഇറങ്ങാനാണ് പ്ലാൻ. ഇതിൽ എത്രത്തോളം നടക്കുന്നുള്ള നമുക്ക് നോക്കാം. കാരണം ഇത് ലേറ്റ് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് മിസ്സാവും. അപ്പോൾ അങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ ഞാൻ ഷൊർണൂരിൽ നിന്ന് അങ്ങോട്ട് ബസ്സിന് പോകും. നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊരു എക്സ്പ്രസ് ടിക്കറ്റ് എടുക്കാം തൃശ്ശൂർ വരെ. എന്നിട്ട് ബാക്കിയൊക്കെ വഴി നോക്കാം. നമ്മൾ നമ്മുടെ സ്റ്റേഷന് അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. സ്റ്റേഷൻ ബിൽഡിങ് ഒന്നുകൂടി പുറത്ത് നിന്ന് കാണിച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനത് കവർ ചെയ്തിരുന്നു. പക്ഷേ അന്നത്തെ വീഡിയോ കുറച്ച് ഡാർക്കായി പോയെന്നൊരു സംശയം കാരണം വീണ്ടും കവർ ചെയ്യണം. ഇന്ന് പക്ഷേ വെയിൽ നേരെ ലെൻസിലേക്കാണ്. എന്താവും എന്നറിയില്ല വിഷ്വൽസിൻ്റെ ക്വാളിറ്റി. എന്തായാലും ഇതാണ് അങ്ങാടിപ്പുറം സ്റ്റേഷൻ. ഇതിനപ്പുറത്തെ സൈഡിലൊരു പുതിയ ബിൽഡിംഗ് കൂടി പണിയുന്നുണ്ട്. ഇത് പഴയ സ്റ്റേഷൻ ബിൽഡിംഗ് തന്നെയാണ്. ജസ്റ്റ് പോർച്ചിന് നീളം കൂട്ടിയത് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറത്തോട്ട് അവരൊരു പുതിയ ബിൽഡിംഗ് കൂടെ പണിയുന്നു. അവിടെ വെള്ള കളറിൽ കാണാം. ആ ബിൽഡിംഗ് ബേസിക്കലി ഒരു വെയിറ്റിംഗ് റൂമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഭാഗം. ഇതൊരു ചെറിയ വെയിറ്റിംഗ് റൂം മാത്രമാണ്. അതിനകത്ത് വേറൊന്നും ഞാൻ കണ്ടില്ല. വെയിറ്റിംഗ് റൂമും ടോയ്ലറ്റ്സ് മാത്രമേ ഉള്ളൂ. ജനറൽ വെയിറ്റിംഗ് റൂമെന്ന് തോന്നുന്നു. ഇതാണ് പുതുതായിട്ട് നീളം കൂട്ടിയ പോർച്ച്. ഈ പോർച്ചിന് സത്യം പറഞ്ഞാൽ ഇത്ര നീളമുണ്ടല്ലോ. പോർച്ചിന് അവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്തെ പില്ലർ വരെ ശരിക്കും നീളം ഉണ്ടായിരുന്നുള്ളൂ. അത് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് ഇത്രയും ദൂരത്തേക്ക് വലിയ പില്ലർ പണിത് ഇത്രയും ദൂരത്തേക്ക് നീട്ടി. അപ്പോൾ വണ്ടിയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് മഴ നനയാണ്ട് ഇറങ്ങാൻ കഴിയും. അപ്പോൾ എങ്കിൽ പിന്നെ നമുക്ക് ഉള്ളിലേക്ക് പോകാം. പാലക്കാട് നിലമ്പൂർ സ്പെഷ്യൽ ട്രെയിൻ ആദ്യം വരുന്ന പറഞ്ഞിട്ടുണ്ട്. അത് പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് വരും. അപ്പോൾ നമ്മുടെ വണ്ടി 1ൽ തന്നെ വരും. പാലക്കാട് വണ്ടി നമുക്ക് ഈ സൈഡിൽ നിന്നാണ് വരേണ്ടത്. ഇത് രാജറാണി എക്സ്പ്രസിൻ്റെ റേക്കാണ്. നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം പോലെ തന്നെ ഞാൻ അങ്ങാടിപ്പുറം മുതൽ ഷൊർണൂർ വരെയുള്ള റണ്ണൊന്നും കവർ ചെയ്തിട്ടില്ല. നമ്മൾ ഷൊർണൂർ എത്തി. ഷൊർണൂർ 16308 കയറാൻ പോകണം. ലോക്കോ നോക്കാൻ പറ്റിയില്ല. ഞാൻ ഷൊർണൂർ എത്തുമ്പോഴേക്കും തന്നെ ട്രെയിൻ എത്തിയായിരുന്നു. നമ്മൾ ലോക്കോ നോക്കാൻ പോയില്ല. നേരെ ബാക്കിലുള്ള ഒരു കോച്ചിലേക്ക് കയറുകയാണ് ചെയ്തത്. നമ്മൾ ഷൊർണൂരിൽ നിന്ന് പുറപ്പെടാനാവുന്നേ ഉള്ളൂ. സമയം 8:41 ആയതേ ഉള്ളൂ. 45-ന് പുറപ്പെടും. സമയം ഇപ്പോൾ 8:46. ജസ്റ്റ് ഷൊർണൂർ സ്റ്റേഷനിൽ നിന്ന് അനങ്ങി തുടങ്ങി. വണ്ടി 1 മിനിറ്റ് ലേറ്റാണ്. അപ്പം അങ്ങനെ നമ്മൾ ഷൊർണൂരിന് പുറത്തോട്ട് വന്നിട്ട് ഇവിടെ പതിവ് പോലെ സ്പാർട്ടുകാർ എടുപ്പുണ്ട്. അപ്പോൾ തലക്കോണത്തിന് 22665 സപ്തഗിരി ലിവറിൽ കിടക്കുന്നുണ്ട്. ആസൻസോളിൻ്റെ വാഗണൈൻ 38022 കിടക്കുന്നുണ്ട്. ഹലോ, പറയൂ. ഞാനിപ്പോൾ ട്രെയിനിൽ ഇപ്പോൾ ജസ്റ്റ് ഷൊർണൂരിൽ നിന്ന് വിട്ടിട്ടേ ഉള്ളൂ. എപ്പോഴാണ് വിളിക്കേണ്ടത്? ശരി, ആയിക്കോട്ടെ, ശരി. എറണാകുളത്തിൻ്റെ 3 WDG3 കിടക്കുന്നു. 12724 12771 അതിനപ്പുറത്തൊന്നും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ബി ക്യാബിന് എത്തിക്കൊണ്ടിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗാണ് ബി ക്യാബിൻ.
ഇവിടെ ഷണ്ടിങ്ങിലെ കാട് വെട്ടൽ പണികളാണ്. ഈ കിടക്കുന്ന പഴയ ഗേഡറുകളാണ്. ഭാരതപ്പുഴ പാലത്തിൻ്റെ കുറുകെ ഉണ്ടായിരുന്ന പഴയ ഗേഡേഴ്സ്. ഇതിപ്പോൾ മാറ്റി പുതിയ ഗേഡറുകൾ വന്നു. ഇവിടെ നേരത്തെ വന്ന കാട് വെട്ടൽ കാണാം. ഷണ്ടിങ് ലൈൻ അവർ വൃത്തിയാക്കുന്നു. കണ്ടോ, വെള്ളം ഇവിടം വരെ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലക്ഷണങ്ങൾ കാണാനുണ്ട്. ആ ഗേഡറുകളുടെയൊക്കെ മുകളിൽ പുല്ലൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ വരെ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുറേ കൂടി ഇറങ്ങി. മറ്റേ ഇനി അറ്റം വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. വെള്ളം കുറേയൊക്കെ ഇറങ്ങി. അങ്ങനെ ഭാരതപ്പുഴ കിടക്കുന്നു. ഏതോ ഒരു വാക്ക് ഫോറാണ് നമ്മുടെ ലോക്കോ. അപ്പം അങ്ങനെ തിരുവനന്തപുരം ഡിവിഷനിലേക്ക് സ്വാഗതം.
നമുക്ക് ഷൊർണൂരിനും തൃശ്ശൂരിനും ഇടയ്ക്ക് ഒരൊറ്റ സ്റ്റോപ്പ് കിട്ടും, വടക്കാഞ്ചേരി. ഷൊർണൂരിനും തൃശ്ശൂരിനും ഇടയ്ക്കും സത്യം പറഞ്ഞാൽ സ്റ്റോപ്പിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. എന്നാൽ നമുക്കൊരു സ്റ്റോപ്പുണ്ട് വടക്കാഞ്ചേരിയിൽ. ജസ്റ്റ് വടക്കാഞ്ചേരി സ്റ്റേഷനിലോട്ട് കയറുന്നു. ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. ട്രെയിനിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളതാണ്. പ്ലാറ്റ്ഫോം എന്തെങ്കിലും കാണിച്ചു തരുന്നില്ല, ഞാൻ വേറെ വീഡിയോസ് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരിയിലെ പ്ലാറ്റ്ഫോം കുറച്ച് കാലം മുമ്പായിരുന്നു റീബിൽഡ് ചെയ്തത്. ഇപ്പം നല്ല പൊക്കത്തിലുള്ള സാധാരണ ലെവൽ പ്ലാറ്റ്ഫോം, മറ്റേ ഗ്രൗണ്ട് ലെവൽ പ്ലാറ്റ്ഫോം ആയിരുന്നു ഇവിടെ. നമ്മളിത് ജസ്റ്റ് പുറപ്പെടുന്നു വടക്കാഞ്ചേരിയിൽ നിന്ന്. ഏതോ ഒരു P7 ഹോൾഡ് ട്രെയിൻ ഓപ്പോസിറ്റ് ലൈനിൽ കയറി വരുന്നുണ്ട്. ടാറ്റാനഗർ ആവാനാ സാധ്യത, എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ്. വാപ് 730760 ടാറ്റാനഗറിൻ്റെ. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് തന്നെ. ഈ ട്രെയിനിൽ ഒരു ട്രിപ്പ് അടിക്കണം കുറച്ചായിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ പോത്തന്നൂർ ബൈപ്പാസ് വഴി പോകുന്ന ട്രെയിനാണിത്. പോത്തന്നൂർ നീരുപൂരിലേക്കുള്ള ബൈപ്പാസ് ട്രെയിൻ വഴി.
തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് ഇവിടെ കിടപ്പുണ്ട്. ഇതിനെ നമ്മൾ പൂനത്ത് വെച്ച് ക്രോസ് ചെയ്യുന്നതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ഇതിവിടെ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂരെത്തി. നമുക്ക് എന്താ പറയുക, ട്രെയിനിൽ ഇറങ്ങിയേക്കാം. നമ്മുടെ യാത്ര ഇവിടം വരെ ഉള്ളൂ. അപ്പോൾ തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്രയോടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും താഴെ എഴുതുക. നമുക്ക് വീണ്ടും മറ്റൊരു പുതുപുത്തൻ വീഡിയോ കാണാം. അതുവരേക്കും ബൈ.